എല്ലാവർക്കും നമസ്തേ. ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. കൊട്ടിയൂർ മഹാശിവക്ഷേത്രത്തിൽ വെച്ച് കലാചാര്യ സോപാനരത്നം പയ്യന്നൂർ ശ്രീ കൃഷ്ണമണി മാരാരും എടക്കാട് ശ്രീ രാധാകൃഷ്ണ മാരാരും സംഘവും പാടുന്ന അഷ്ടപദിയുടെ വളരെ കുറച്ച് ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഉള്ളത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയില്ലല്ലോ. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ ജയദേവ ഗോസ്വാമി രചിച്ച ഗീതാഗോവിന്ദത്തിലെ സംസ്കൃത ശ്ലോകങ്ങളെയാണ് അഷ്ടപദികൾ എന്ന് പറയുന്നത്. അഷ്ടപദിയുടെ അക്ഷരാർത്ഥം 8 പടികൾ, ഓരോ ശ്ലോകവും 8 ഈരടികൾ, അതായത് 2 വരികളുള്ള 8 സെറ്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന വസ്തുതയെ സൂചിപ്പിക്കുന്നു. ചെസ്സിൻ്റെ മുൻഗാമിയായ ഒരു ഇന്ത്യൻ ബോർഡ് ഗെയിമായ അഷ്ടപദം എന്ന വാക്കിൻ്റെ ഉറവിടം കൂടിയാണിത്. അഷ്ടപദികളുടെ യഥാർത്ഥ രാഗങ്ങൾ ചരിത്രത്തിൽ നഷ്ടപ്പെട്ടെങ്കിലും അവ ജനപ്രിയമായി തുടരുകയും വിവിധ രാഗങ്ങളിൽ വ്യാപകമായി പാടുകയും ഇന്ത്യയിലുടനീളം ക്ലാസിക്കൽ നൃത്ത പ്രകടനങ്ങളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇടയ്ക്കയുടെ അകമ്പടിയോടെ അഷ്ടപദികൾ പതിവായി നടത്താറുണ്ട്. സോപാന സംഗീതം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ശ്രീ ജയദേവ ഗോസ്വാമി എന്ന കവിയുടെ ജീവിതകാലം CE 1028 1105 ആയിരിക്കാമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ബ്രാഹ്മണ വംശജനായ ജയദേവന്റെ അച്ഛൻ ഭോജദേവനും അമ്മ രാമാദേവിയും ആയിരുന്നു. പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിന് സമീപമാണ് ഗീതാഗോവിന്ദം രചിക്കപ്പെട്ടത് എന്നാണ് വിശ്വാസം. ശ്രീകൃഷ്ണൻ്റെയും സഖി രാധയുടെയും വൃന്ദാവനത്തിൽ വെച്ചുള്ള രാസലീലയാണ് പ്രതിപാദ്യ വിഷയം. കാളിദാസന് തുല്യനാണ് ജയദേവ കവി എന്ന് പ്രകീർത്തിക്കപ്പെടുന്നു. അതിമനോഹരമായ ഭാവനയും വർണ്ണനയും പദപ്രയോഗങ്ങളും പ്രാസവും താളാത്മകതയും ഈ കൃതിയെ അലങ്കരിക്കുന്നു. രാഗവും താളവും കവി തന്നെ ചിട്ടപ്പെടുത്തിയതാണെന്നും കരുതപ്പെടുന്നു.